നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനു കീഴിൽ നവരത്ന കമ്പനികൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇന്ത്യയിലെ പ്രത്യേക പദവിയിലുള്ള പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ മത്സരിക്കാൻ കഴിവുള്ള 9 കമ്പനികൾ തെരഞ്ഞെടുത്ത് ഇന്ത്യ ഗവൺമെന്റ് 1997 നവരത്ന എന്ന പദവി നൽകിയിരുന്നു. ഇന്ന് നവരത്ന പദവിയിലുള്ള 20 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവ ഇവയെല്ലാമാണ്: ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL ബെൽ, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BHEL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് GAIL ഗെയിൽ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCL, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് MTNL, നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, നാഷണൽ ബിൽഡിംഗ്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇവയാണ് അവ. ഇവയിൽ NBCC നാഷണൽ ബിൽഡിംഗ്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് ഇപ്പോൾ സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ആൻഡ് മാനേജ്മെന്റ് ട്രെയിനി സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് മാനേജ്മെന്റ് ട്രെയിനി സിവിലും ഇലക്ട്രിക്കലും 2 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാം. ഇതിനുള്ള മൊത്തം 50 ഒഴിവുകളാണുള്ളത്. ഇവയിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2023 ഫെബ്രുവരി 15 വരെ അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് ഒരിക്കലും കാത്തു നിൽക്കരുത്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. കാരണം അവസാന ദിവസങ്ങളിൽ സെർവർ ബിസിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ആ ചാൻസ് നഷ്ടപ്പെടും. ശമ്പളം 40,000 രൂപ മുതൽ 1,40,000 എന്ന ശമ്പള സ്കെയിലായിരിക്കും. അപ്പോൾ നല്ല ശമ്പള സ്കെയിലാണ് ഉള്ളത്. സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ, സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് 30 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മാനേജ്മെന്റ് ട്രെയിനി സിവിൽ, മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ 29 വയസ്സാണ് പ്രായപരിധി. സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ തസ്തികയിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ മുഴുവൻ സമയ ബിരുദം വേണം. അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 60% മാർക്കോടെ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. PMC, EPC, റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. MTech കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥിക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായാൽ മതി. ഉദ്യോഗാർത്ഥിക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരിചയം ഉണ്ടായിരിക്കണം. കാരണം ബിൽഡിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോലി. അതുകൊണ്ട് തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവരായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മുഴുവൻ സമയ ബിരുദം അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 60% മാർക്കോടെ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. MTech കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയം മതി. കൂടെ തന്നെ HT അല്ലെങ്കിൽ LT സ്വിച്ച് ഗിയറുകൾ, ട്രാൻസ്ഫോർമറുകൾ, മോട്ടോറുകൾ, PLC അടിസ്ഥാനമാക്കിയുള്ള പാനലുകൾ, ലൈറ്റിംഗ്, ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ ഉപകരണങ്ങൾ, കേബിൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്നിവയുടെ ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ഇറക്ഷൻ ആൻഡ് കമ്മീഷൻ ചെയ്യൽ എന്നിവയിൽ പരിചയം ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് ട്രെയിനി സിവിൽ, മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ എന്നിവർക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി പ്രവൃത്തി പരിചയം ആവശ്യമില്ല. മാനേജ്മെന്റ് ട്രെയിനി സിവിൽ തസ്തികയിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ മുഴുവൻ സമയ ബിരുദം അല്ലെങ്കിൽ കുറഞ്ഞത് 60% മാർക്കോടെ സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ തത്തുല്യമായ യോഗ്യത ഉണ്ടായാൽ മതി. മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മുഴുവൻ സമയ ബിരുദം അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 60% മൊത്തം മാർക്കോടെ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും മതി. സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ, സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് 1000 രൂപയും മാനേജ്മെന്റ് ട്രെയിനി സിവിൽ, മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് 500 രൂപയുമാണ് ഫീസ്. SC, ST, PWD എന്നീ ഉദ്യോഗാർത്ഥികൾക്ക് ഫീസില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക.
അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അവസാന നിമിഷം വരെ കാത്തു നിൽക്കരുത്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.